നിന്റെ അച്ഛനെ നമ്മളെപ്പോഴും തരുന്നില്ല, നല്ല ലൈഫ് സ്റ്റൈലാണ്, നന്നായിട്ട് അധ്വാനിച്ച് കഞ്ഞിയും ചമ്മന്തി കഴിച്ചാൽ ജീവിച്ചത്. നമ്മളാണെങ്കിൽ 3 നേരം മന്തി. പണ്ട് സ്കൂളിൽ മാർക്ക് ഷീറ്റ് നോക്കിയാണ് നമ്മളിങ്ങനെ ഇരുന്നിട്ടുള്ളത് അല്ലേ? എന്താ ഒരു ചേഞ്ച്? നിനക്കെങ്ങനെയുണ്ട് ബി പി ഇപ്പോൾ? ബി പി കുഴപ്പമില്ല, കുറച്ച് കൂടുതലെന്നേ ഉള്ളൂ. നിങ്ങൾ ഷുഗറാ? ബോർഡർ ലൈനാ. ആ, കൊളസ്ട്രോൾ നീ എന്നെ കോപ്പി അടിച്ചാണ് ഒരു രൂപ ഇരിക്കണല്ല. പൊന്നു ഹരി, ഇത് ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്, അല്ലാതെ പഴയ മാർക്ക് ലിസ്റ്റ് അല്ല ക്ലാസ് റൂമിൻ്റെ വെളിയിൽ ഇറങ്ങി ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അച്ഛനും ഡയബറ്റീസായി, ഇപ്പോൾ എനിക്ക് ബോർഡർ ലൈനുമാണ്. ആ, അതിപ്പോൾ ലാഭമായില്ലേ? നിനക്ക് നിന്റെ അച്ഛനും മരുന്ന് ഷെയർ ചെയ്യല. ഹരി, എൻ്റെ അച്ഛൻ ഡയബറ്റിക്സ് ഇല്ലാത്ത എൻ്റെ കുഴപ്പം, ഞാൻ ഒറ്റയ്ക്കല്ലേ. അയ്യാ, നിന്റെ അച്ഛനെ നമ്മളെപ്പോഴും തരുന്നില്ല, നല്ല ലൈഫ് സ്റ്റൈലാണ്, നന്നായിട്ട് അധ്വാനിച്ച് കഞ്ഞിയും ചമ്മന്തി കഴിച്ചാൽ ജീവിച്ചത്. നമ്മളാണെങ്കിൽ 3 നേരം മന്തി. മന്തിക്ക് എന്താ കുഴപ്പം? ബിരിയാണിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് മന്തി തന്നെ. എങ്ങനെ? അതിൽ ഓയിലില്ലല്ലോ, അതുകൊണ്ട് കൊളസ്ട്രോൾ ഒക്കെ നമുക്ക്. അതുകൊണ്ടായിരിക്കും 3 നേരം വട തന്നെ കഴിക്കുന്നത്, അതിലത് വെള്ളമാണല്ലോ ചേർക്കുന്നവര്. നമ്മൾ 3 നേരം വട മാറ്റി 1 നേരം ആക്കുന്നു. ഓ, ഇപ്പോഴും വട വിടാനുള്ള ഉദ്ദേശമില്ല. ഇല്ല. നല്ല തലവേദന എടുക്കുന്നു, ചായ കുടിക്കാൻ പോവാം. പോവാം. മോൻ വടയെ തൂഞ്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വട കഴിയല്ലേ? കഴിക്കാം. മറ്റേ വെള്ളമിട്ട് തിളപ്പിച്ച ആ വട പറയട്ടാ. ചേട്ടാ, വെള്ളമിട്ട് തിളപ്പിച്ച വട വേണ്ടല്ലേ, കുടി. നീ എന്താ നോക്കണം? അത് വിടുവാ, പോവാം.